എൻവയോൺമെന്റൽ സ്റ്റഡീസിന്റെ രണ്ടാമത്തെ ബ്ലോക്കിലെ നാലാമത്തെ യൂണിറ്റ് ആയ ഇന്ത്യ ആസ് എ മെഗാ ഡൈവേഴ്സിറ്റി നേഷൻ എന്ന് പറഞ്ഞ യൂണിറ്റ് ആട്ടോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ ചെറിയ യൂണിറ്റ് ആണ് കേട്ടോ അത്. നിങ്ങൾക്ക് പഠിക്കാനും ഭയങ്കര സുഖമാണ്, അതുപോലെ തന്നെ മനസ്സിലാക്കാനും നിങ്ങൾക്ക് ഭയങ്കര എളുപ്പമാണ്. ഓക്കെ, സോ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ആകെ നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആകെ ഒരേ ഒരു ടോപ്പിക്ക് ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അതെന്താണ്? ഹോട്ട്സ്പോട്ട്സ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. നമ്മുടെ ഇന്ത്യയിലുള്ള ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകൾ എവിടെയൊക്കെയാണ്, എന്തൊക്കെയാണ്, അതൊക്കെയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ആദ്യം തന്നെ നമുക്ക് നോക്കാം ഇന്ത്യയിലെ ബയോഡൈവേഴ്സിറ്റി. അതായത് ബയോഡൈവേഴ്സിറ്റിന്റെ ഹോട്ട്സ്പോട്ടുകൾ എന്ന് പറയുമ്പോൾ കുറച്ച് നിയമങ്ങൾ, അല്ലെങ്കിൽ അതിനെ ഹോട്ട്സ്പോട്ട് എന്ന് മുദ്ര കുത്തണമെങ്കിൽ കുറച്ച് നിയമങ്ങൾ അല്ലെങ്കിൽ കുറച്ച് ക്വാളിറ്റീസ് ആ ഒരു പ്രദേശത്ത് വേണം, അല്ലെങ്കിൽ ആ ഒരു ബയോഡൈവേഴ്സിറ്റിക്ക് അത് വേണം. അപ്പൊ എന്തൊക്കെയാണ് ആ ക്വാളിറ്റീസ് എന്ന് തന്നെ നമുക്ക് ആദ്യം അങ്ങോട്ട് നോക്കിയാലോ? ഓക്കെ, സോ നോക്കാം. ഒരു ബയോഡൈവേഴ്സിറ്റിനെ ഹോട്ട്സ്പോട്ട് എന്ന് വിളിക്കണമെങ്കിൽ അവിടെ തീർച്ചയായിട്ടും അറ്റ്ലീസ്റ്റ്, അതായത് മിനിമം 1500 സ്പീഷീസ് ഓഫ് വാസ്കുലർ പ്ലാന്റ്സ് ഉണ്ടായിരിക്കണം. മനസ്സിലായല്ലോ? വാസ്കുലർ പ്ലാന്റ്സ് 1500 സ്പീഷീസ് മിനിമം ആട്ടോ പറയുന്നത്. 1500 സ്പീഷീസ് ഓഫ് വാസ്കുലർ പ്ലാന്റ്സ് അവിടെ മിനിമം ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ എന്താന്ന് വെച്ചാല് ഏകദേശം അതിന്റെ ഒറിജിനൽ ഹാബിറ്റേറ്റിന്റെ 70% നശിച്ചിരിക്കണം. മനസ്സിലായല്ലോ? നശിച്ചിരിക്കണം. ഒറിജിനൽ ഹാബിറ്റേറ്റിന്റെ 70% അതിന് ലോസ്റ്റ് ആയിരിക്കണം. അത് ലോസ്റ്റ് ചെയ്തിട്ട് അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, അതൊരു ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് ആയിട്ട് നമ്മൾ കണക്ക് കൂട്ടുകയുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെ അംഗീകരിക്കത്തുള്ളൂ. മനസ്സിലായല്ലോ? ഓക്കെ, ഞാൻ ഒന്നുകൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒരു ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് എന്ന് നമ്മൾ മുദ്ര കുത്തണമെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ അതിനെ നമ്മൾ വിളിക്കണമെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ നോക്കാനുള്ളത്. ഒന്ന് എന്താണ്? ഏകദേശം മിനിമം 1500 സ്പീഷീസ് ഓഫ് വാസ്കുലർ പ്ലാന്റ്സ് അവിടെ ഉണ്ടായിരിക്കണം, നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. അതായത് 1500 വെറൈറ്റീസ് ഓഫ് സ്പീഷീസ്, വാസ്കുലർ പ്ലാന്റ്സിന്റെ 1500 വെറൈറ്റീസ് അവിടെ ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ കാര്യം എന്താണ്? അതായത് അതിന്റെ ഒറിജിനൽ ഹാബിറ്റേറ്റിന്റെ 70% നശിച്ചിരിക്കണം. എന്നാലേ നമുക്ക് അതിനെ പ്രിസർവ് ചെയ്യാനും, അതായത് ഓരോ ജനറേഷൻ നമുക്ക് അതിനെ പ്രിസർവ് ചെയ്യാനൊക്കെ സാധിക്കത്തുള്ളൂ, അല്ലെ? സോ അതുകൊണ്ട് തന്നെ അതിന്റെ ഒറിജിനൽ ഹാബിറ്റേറ്റിന്റെ 70% നശിച്ചിരിക്കണം. ഈ രണ്ട് കാര്യങ്ങളുമായിട്ട് ഒത്തുപോയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അതൊരു ഹോട്ട്സ്പോട്ട് ആയിട്ട് നമുക്ക് അംഗീകരിക്കാൻ പറ്റുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ ഞാൻ രണ്ടാമത്തെ പോയിന്റ് നിങ്ങളോട് പറഞ്ഞില്ലേ, അതായത് ഏകദേശം ഒറിജിനൽ ഹാബിറ്റേറ്റിന്റെ 70% നശിച്ചിരിക്കണമെന്ന്. ആക്ച്വലി അതിനെ മുഴുവനായിട്ട് പറയുകയാണെങ്കിൽ ആ സ്പീഷീസ് ഭീഷണി നേരിടുന്ന ഒരു സ്പീഷീസ് ആയിരിക്കണം എന്നാണ് അതിനെ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, അല്ലാതെ അതിന്റെ 70% നമ്മൾ നശിപ്പിച്ചിട്ട് അതിനെ എന്താണ് ഹോട്ട്സ്പോട്ട് ആക്കി മാറ്റുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. അവിടെ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ആ ഒരു സ്പീഷീസ് ത്രെട്ടൺ, അതായത് ഭീഷണികളെ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു ഇതായിരിക്കണം. മനസ്സിലായോ? അതാണ് ഇവിടെ ആ സ്പീഷീസ് അത്തരത്തിൽ ഭീഷണികൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ നേരിട്ട് തന്റെ 70% ലോസ്റ്റ് ചെയ്ത്, ഒറിജിനൽ ഹാബിറ്റേറ്റിന്റെ 70% ലോസ്റ്റ് ആയി പോയ സ്പീഷീസ് അവിടെ ഉണ്ടായിരിക്കും. മനസ്സിലായല്ലോ? ഈ രണ്ട് സംഗതികളുടെ ഒപ്പം ഈ രണ്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അതൊരു ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ, അംഗീകരിക്കുള്ളൂ. മനസ്സിലായല്ലോ? ഓക്കെ, സോ നമുക്ക് നോക്കാം ഈ ഇന്ത്യയിലുള്ള മേജർ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകൾ ഏതാണ് നമുക്ക് നോക്കാം, അല്ലെ? 4 നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്.
ഒന്ന് ഹിമാലയ, 2 ഇൻഡോ ബർമ, 3 വെസ്റ്റേൺ ഘാട്സ് ആൻഡ് ശ്രീലങ്ക, മറ്റൊന്ന് സണ്ടലൻസ്. ഓക്കെ, ഇത്തരത്തിൽ 4 ഹോട്ട്സ്പോട്ടുകളാണ് ഇന്ത്യയിൽ നമുക്ക് കണ്ടുവരാറുള്ളത്. ഓക്കെ, സോ നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഹിമാലയ നോക്കാം. ഹിമാലയയിലുള്ള ഹോട്ട്സ്പോട്ടുകൾ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഇൻക്ലൂഡ്സ് ദി എൻറ്റയർ ഇന്ത്യൻ ഹിമാലയൻ റീജിയൻ അല്ലേ. ഹിമാലയൻ റീജിയണിന്റെ എൻറ്റയർ ഭാഗം മുഴുവനും എന്ത് തന്നെയാണ് ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഏതൊക്കെയാണ് അപ്പൊ ഏതൊക്കെ സ്റ്റേറ്റുകൾ അതിൽ ഉൾപ്പെടുത്തുക? ജമ്മു കാശ്മീർ അല്ലെ, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, അതുപോലെ തന്നെ വെസ്റ്റ് ബംഗാളിന്റെ നോർത്ത് ഭാഗം അല്ലെ, അതെല്ലാം തന്നെ. അതുകൂടാതെ സിക്കിം അല്ലെ, ആസാമിന്റെയും അതേപോലെ തന്നെ അരുണാചൽ പ്രദേശിന്റെയും നോർത്ത് ഭാഗം, ഇതെല്ലാം തന്നെ ഏതിൽ ഉൾപ്പെടുത്തു? നമ്മുടെ ഹിമാലയൻ റീജിയനിൽ ഉൾപ്പെട്ടു. അപ്പൊ ഈ ഹിമാലയൻ റീജിയന്റെ ഏകദേശം മുഴുവൻ ഭാഗവും നമ്മുടെ ബയോഡൈവേഴ്സിറ്റിന്റെ ഇന്ത്യയിലെ ഉള്ള ബയോഡൈവേഴ്സിറ്റിന്റെ ഹോട്ട്സ്പോട്ട് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? അംഗീകരിച്ചിട്ടുണ്ട്. ഓക്കെ, രണ്ടാമത്തേലോട്ട് പോവാം. ഇൻഡോ ബർമ. ഏതാണ് ഇൻഡോ ബർമ ഹോട്ട്സ്പോട്ട്? അത് നോക്കാം. ഏകദേശം നോർത്ത് ഈസ്റ്റേൺ ഇന്ത്യയുടെ എല്ലാ ഭാഗവും ഏതിൽ പെട്ടു? ഈ ഇൻഡോ ബർമ ഹോട്ട്സ്പോട്ടിൽ പെട്ടു കഴിഞ്ഞു. ഓക്കെ, ഹോട്ട്സ്പോട്ട് ഓഫ് ബയോഡൈവേഴ്സിറ്റി പെട്ടു. ഏതാണ്? നോർത്ത് ഈസ്റ്റേൺ ഇന്ത്യ. പക്ഷേ ആസാമും അതേപോലെ തന്നെ ആൻഡമാൻ ഗ്രൂപ്പും ഒഴിച്ച്, മനസ്സിലായല്ലോ, ആസാമും ആൻഡമാൻ ഗ്രൂപ്പും ഒഴിച്ച് ബാക്കിയുള്ള ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റേൺ ഇന്ത്യയുടെ എല്ലാ ഭാഗവും, മനസ്സിലായോ, എല്ലാ ഭാഗവും ഇൻഡോ ബർമ ഹോട്ട്സ്പോട്ട് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഹോട്ട്സ്പോട്ട് ഓഫ് ബയോഡൈവേഴ്സിറ്റി ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു? അംഗീകരിച്ചിട്ടുണ്ട്. ഇതിൽ ഉൾപ്പെടുന്ന കുറച്ച് സ്റ്റേറ്റുകൾ നമുക്ക് നോക്കാം. മ്യാൻമർ, തായ്ലാന്റ്, ഓക്കെ, അതേപോലെ തന്നെ വിയറ്റ്നാം, അതുപോലെ തന്നെ സദേൺ ചൈനയുടെ സൗത്ത് ഭാഗം, ഇതെല്ലാം തന്നെ ഏതിൽ ഉൾപ്പെട്ടു? ഇൻഡോ ബർമ ഹോട്ട്സ്പോട്ട് ഓഫ് ബയോഡൈവേഴ്സിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്തു കഴിഞ്ഞു. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പൊ ഹിമാലയം കഴിഞ്ഞു, ഇൻഡോ ബർമ കഴിഞ്ഞു. ഇനി മൂന്നാമത്തേതാണ് വെസ്റ്റേൺ ഘാട്സ് ആൻഡ് ശ്രീലങ്ക. ഏതാ? വെസ്റ്റേൺ ഘാട്സ് ആൻഡ് ശ്രീലങ്ക. ഓക്കെ, ഞാൻ ഒരു കാര്യം പറയാം. നമ്മുടെ വെസ്റ്റേൺ ഘാട്സിനെ നമ്മൾ വേറൊരു പേരിലാണ് അറിയപ്പെടുന്നത്. എന്താണ്? സഹ്യാദ്രി അല്ലെ. സഹ്യാദ്രി എന്നുള്ള ഒരു പേരിൽ കൂടിയാണ്, മറ്റൊരു പേരാണ് വെസ്റ്റേൺ ഘാട്സിന്റെ. ഓക്കെ, ഏകദേശം നമുക്ക് നോക്കാം. ഇവിടെ ഈ ഒരു ഭാഗം വെസ്റ്റേൺ ഘാട്സിന്റെയും അതേപോലെ തന്നെ ശ്രീലങ്ക, ഇതൊക്കെ എന്ത് തന്നെയാണ്? നമ്മുടെ ഹോട്ട്സ്പോട്ട് തന്നെയാണ്. ഓക്കെ, ഇന്ത്യൻ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടിൽ ഉൾപ്പെടുന്ന മൂന്നാമത്തെ ഹോട്ട്സ്പോട്ട് പ്രദേശമാണ് ഏത്? വെസ്റ്റേൺ ഘാട്സ് ആൻഡ് ശ്രീലങ്ക. ഇനി നാലാമത്തെ നോക്കാം, സണ്ടലാൻഡ്സ്. അതേപോലെ തന്നെ ഇതിൽ ഏതൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കിയാലോ. ഇറ്റ് ഇൻക്ലൂഡ്സ് നിക്കോബാർ ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ് അല്ലെ. നിക്കോബാർ ഗ്രൂപ്പ്, നിക്കോബാർ ഐലൻഡുകളുടെ ഗ്രൂപ്പുകൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തു. അത് കൂടാതെ തന്നെ ഇന്തോനേഷ്യ, മലേഷ്യ, സിംഗപ്പൂർ അല്ലെ, അതേപോലെ തന്നെ ഫിലിപ്പീൻസ്, ഇതെല്ലാം ഈ ഭാഗങ്ങൾ, ഈ ഒരു ചില പ്രദേശങ്ങളെല്ലാം തന്നെ ഏതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്? നമ്മുടെ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. മനസ്സിലായല്ലോ. സോ ഒന്നുമില്ല, ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ആകെ പഠിക്കാനുള്ളത് ഒരു ഹോട്ട്സ്പോട്ട് എന്ന് വിളിക്കണമെങ്കിൽ നമ്മൾ ഏതൊക്കെ ക്വാളിഫിക്കേഷൻ അതിന് വേണം എന്നുള്ളതാണ് ആദ്യം നമ്മൾ നോക്കേണ്ടത് അല്ലെ. ഞാൻ ഒന്നുകൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് ഏകദേശം 1500 സ്പീഷീസ് ഓഫ് വാസ്കുലർ പ്ലാന്റ്സ് അവിടെ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. മനസ്സിലായല്ലോ. അതേപോലെ തന്നെ ഏകദേശം ഒരു സ്പീഷീസ് എപ്പോഴും നിലവിൽ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്പീഷീസ് ആകണം. ആ ഭീഷണിയിലൂടെ തന്റെ ഒറിജിനൽ ഹാബിറ്റേറ്റിന്റെ 70% നഷ്ടപ്പെട്ട് കിടക്കുന്ന ഒരു സ്പീഷീസ് ആയിരിക്കണം. മനസ്സിലായല്ലോ. ചുരുക്കത്തിൽ പറഞ്ഞാല് ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്പീഷീസും ഉണ്ടായിരിക്കണം എന്നാണ് ഇവിടെ പറഞ്ഞത്. അപ്പൊ ഈ 2 നിയമങ്ങൾ അനുസരിച്ച് നമ്മുടെ ഇന്ത്യയിൽ നമുക്ക് കണ്ടുവരുന്നത്, ഈ 2 നിയമങ്ങളെ അനുസരിച്ചുകൊണ്ട് ഇന്ത്യയിൽ കണ്ടുവരുന്ന കുറച്ച് ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകളാണ് ഇപ്പൊ കുറച്ചു മുമ്പ് പറഞ്ഞത്. ഏതൊക്കെയാണ്? ഹിമാലയ, ഇൻഡോ ബർമ, വെസ്റ്റേൺ ഘാട്സ് ആൻഡ് ശ്രീലങ്ക, അതേപോലെ തന്നെ സണ്ടലാൻഡ്സ്. ഓക്കെ, സോ നമുക്ക് നോക്കാം. ഇനി കുറച്ച് ഒബ്ജക്റ്റീവ്സ് നോക്കാം. ഓക്കെ, ഏകദേശം ഹൗ മെനി ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്സ് ആർ ദെയർ ഇൻ ഇന്ത്യ എന്നൊരു ചോദ്യം വരികയാണെങ്കിൽ 36 ആണ് ഇവിടെ കണക്ക് ഏകദേശം. അപ്പൊ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞത് അതിന്റെ കുറച്ച് മേജർ ആയിട്ടുള്ള ഭാഗങ്ങളാണ്. ഓക്കെ, 4 പറയുമ്പോൾ 4 തന്നെയാണ്. 4 ഹോട്ട്സ്പോട്ട് ബയോഡൈവേഴ്സിറ്റിയും ഉള്ളൂ എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അങ്ങനെയല്ല, ഇന്ത്യയിൽ ഒട്ടാകെ 36
ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകളാണ് എന്തുള്ളത് നിലവിൽ ഉള്ളത്. മനസ്സിലായല്ലോ? അത് ശ്രദ്ധിക്കണം, എല്ലാവർക്കും തെറ്റുന്നതാണ് അത്. ഇപ്പോൾ എക്സാമിന് ഇനിയിപ്പോ എത്ര ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകളാണ് ഇന്ത്യയിൽ ഉള്ളത് എന്ന് ചോദിച്ചാൽ 4. അതിലൊന്ന് ഹിമാലയ അല്ലെ, ഇൻഡോ ബർമ, അതേപോലെ തന്നെ വെസ്റ്റേൺ ഗാട്സ് ആൻഡ് ശ്രീലങ്ക, സെൻട്രൽസ് എന്ന് എഴുതി വെക്കരുത്. അങ്ങനെയില്ല, മുഴുവനായി നോക്കുകയാണെങ്കിൽ 36 ഹോട്ട്സ്പോട്ടുകളാണ് ഇന്ത്യയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്ത ഒരു ക്ലാസ്സിൽ കാണാം. ഓക്കെ, സോ ഞാൻ പറയുകയാണെങ്കിൽ ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാഠം തന്നെയാണ്. ആക്ച്വലി ഇത് വളരെ കുറച്ചാണ് ഈ പാഠം ഉള്ളൂ. ഓക്കെ, വളരെ കുറഞ്ഞ പാഠം തന്നെയാണിത്. പക്ഷേ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇതിന്റെ ഓരോ പോയിന്റും, ഞാൻ ഈ പറഞ്ഞ ഓരോ പോയിന്റും ഓരോ സെന്റൻസും അടക്കം എന്താണ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ഏറിയതാണ്. ഓക്കെ, സോ നിങ്ങൾ ലൈൻ ബൈ ലൈൻ തീർച്ചയായിട്ടും ഈ ഒരു ലെസൺ പഠിച്ചേ പറ്റൂ. ഓക്കെ, ഈ ഒരു ലെസണിൽ എന്തില്ല, പോയിന്റുകൾ ഒന്നും തന്നെ നമുക്ക് പഠിക്കാനില്ല. എല്ലാം നമുക്ക് തിയറീസ് പോലെ പാരഗ്രാഫ് പോലെ വായിച്ചു പോകാൻ പറ്റുന്ന തന്നെയാണ്. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത്തരത്തിലുള്ള കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടല്ലോ. അതായത് എത്ര ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് ഉണ്ടോ ചോദിച്ചാൽ 4 എണ്ണം, അങ്ങനെ ഒന്നും എഴുതി വെക്കരുത്. 36 ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകളാണ് ഉള്ളത്. അതിൽ ഏറ്റവും പ്രധാനമായത് ആണ് ഞാനിപ്പോൾ പറഞ്ഞത്. കുറച്ചും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്ത പോലെ ഹിമാലയ, ഇൻഡോ ബർമ, വെസ്റ്റേൺ ഗാട്സ് ആൻഡ് ശ്രീലങ്ക, അതേപോലെ തന്നെ സെൻട്രൽസ്. മനസ്സിലായല്ലോ? ഓക്കെ, സോ ഇതേപോലെ കുറച്ച് പാരഗ്രാഫ് ആയിട്ട് നമ്മൾ വായിക്കുക. തീർച്ചയായിട്ടും പഠിക്കാൻ പറ്റും. തീർച്ചയായിട്ടും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ഒരു പാഠത്തിന് ഒരുപാട് വരാറുണ്ട്. ഒരുപാട് തീർച്ചയായിട്ടും വരികയും ചെയ്യും. ഓക്കെ, സോ നിങ്ങൾ ചെറിയ പാഠാണ്, നമുക്ക് സ്കിപ്പ് ചെയ്യാന്ന് പറഞ്ഞ് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകരുത്. തീർച്ചയായിട്ടും ഇത് വായിച്ച് ലൈൻ ബൈ ലൈൻ പഠിച്ചു വെക്കുക. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്തൊരു ക്ലാസ്സിൽ അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, സോ വെരി ബൈ ആൻഡ് താങ്ക് യു.